പുണ്യനഗരമായ തിരുപ്പതി തിരുമലയിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്. തിരുപ്പതിയിൽ നിന്നും 21 കിലോമീറ്റർ സഞ്ചരിച്ച് 976 മീറ്റർ ഉയരമുള്ള മല കയറിയാണ് തിരുമലയിൽ എത്തിയിരിക്കുന്നത്. തിരുമല ഒരു സമ്പൂർണ്ണ ക്ഷേത്ര നഗരമാണ്. മലമുകളിലെ തീർത്ഥാടന നഗരം. വെങ്കടേശ്വര ക്ഷേത്രമാണ് ഇവിടുത്തെ ആകർഷണം. ക്ഷേത്രവും തീർത്ഥാടകർക്കു വേണ്ടിയുള്ള സൗകര്യങ്ങളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമെല്ലാമായി വലിയൊരു നഗരം. ഏതു ദിവസവും ഈ വഴികളിൽ ജനപ്രവാഹമാണ്. ക്ഷേത്ര ദർശനം നടത്തണമെങ്കിൽ മണിക്കൂറുകളല്ല, ചിലപ്പോൾ ഒരു ദിവസം തന്നെ നീളുന്ന കാത്തിരിപ്പ് വേണ്ടിവരും. എന്നാൽ 10,000 രൂപ നൽകി VIP ദർശൻ ടിക്കറ്റ് എടുത്താൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ദർശനം നടത്തുകയും ചെയ്യാം. ദിവസങ്ങളോളം ഇവിടെ വന്ന് താമസിക്കുന്ന തീർത്ഥാടകരുമുണ്ട്. ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ ക്ഷേത്രമൊന്ന് കാണണം. ദർശനം നടത്തേണ്ടാത്തവർക്ക് പോകാനുള്ള ഒരു വഴിയുണ്ടിവിടെ. VIP പാർക്കിംഗ് ഒക്കെയാണ് ഇടതുവശത്ത്. VIPകൾക്കുള്ള ഒരു പാത കൂടിയാണിത്. ഞാൻ അതിലൂടെ നടന്നു. ക്ഷേത്രമൊന്ന് പുറത്തുനിന്ന് കാണുക, അത്രയുള്ളൂ എൻ്റെ ലക്ഷ്യം. വളരെ വൃത്തിയായും ഭംഗിയായും സംരക്ഷിക്കുന്ന ഒരു ക്ഷേത്ര നഗരം തന്നെയാണ് തിരുപ്പതി. അങ്ങനെ ചെല്ലുമ്പോൾ അങ്ങകലെ ആ ക്ഷേത്രത്തിന്റെ ഗോപുരം കാണാം. തൂവെള്ള നിറത്തിലുള്ള ഗോപുരം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സൗകര്യങ്ങളോടുകൂടി ഒരുക്കിയിരിക്കുന്ന ഒരു ക്ഷേത്ര പ്രദേശമാണ് തിരുപ്പതി. ഈ പന്തലുകളൊക്കെ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തെ മുറ്റത്താണ്. വരുന്ന തീർത്ഥാടകർക്ക് വിശ്രമിക്കാനും വെയിലും മഴയും കൊള്ളാതിരിക്കാനുമൊക്കെയുള്ള സ്ഥലങ്ങൾ. കല്ലുവിരിച്ച മുറ്റമാണ്. വേലിക്കെട്ടുകളും പന്തലുകളുമൊക്കെയായി വലിയൊരു പ്രദേശം മുഴുവൻ ഈ മുറ്റമുണ്ട്. അതിനെ പലതായി പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു. സന്ദർശകരെ വഴിതിരിച്ചുവിടാനും ആഘോഷങ്ങളും ചടങ്ങുകളുമൊക്കെ നടക്കുമ്പോൾ അതിന് സൗകര്യമൊരുക്കാനുമൊക്കെ. നേരെ മുന്നിൽ കാണുന്നതാണ് ലോകപ്രശസ്തമായ തിരുപ്പതി ഭഗവാന്റെ ക്ഷേത്രം. അവിടെയാണ് ഒന്ന് ദർശനം നടത്താൻ ലോകമെങ്ങുമുള്ള ഹിന്ദുക്കൾ ആഗ്രഹിക്കുന്നത്. ഭക്തർ മണിക്കൂറുകളും ദിവസങ്ങളും കാത്തു നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിനുള്ളിലെ ഭഗവാനെ ദർശിക്കാനാണ്. ബാലാജി എന്നറിയപ്പെടുന്ന വെങ്കടേശ്വര പ്രതിഷ്ഠയാണ് ഇവിടുത്തേത്. കോടീശ്വരന്മാർ മുതൽ അതിസാധാരണക്കാർ വരെ ദർശനത്തിനെത്തുന്ന മഹാക്ഷേത്രം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര കോംപ്ലക്സുകളിൽ ഒന്നാണിത്. ഏറ്റവും അധികം തീർത്ഥാടകരെത്തുന്ന ഏറ്റവും സമ്പത്തുള്ള ക്ഷേത്രം. അതിനു സമീപം ഒരു കുളമുണ്ട്. ശ്രീവരി പുഷ്കർണി എന്നാണ് ഇതിന്റെ പേര്. പുഷ്കർണി മണ്ഡപം എന്ന് നടുക്കുള്ള ആ സ്വർണ്ണ മണ്ഡപം അറിയപ്പെടുന്നു. ഇത് സാധാരണ ക്ഷേത്രക്കുളം പോലെയല്ല. സ്വിമ്മിംഗ് പൂളിലെ വെള്ളം പോലെയുണ്ടത്. അത് പ്രത്യേക സംവിധാനം കൊണ്ട് ട്രീറ്റ് ചെയ്തുണ്ടാക്കിയിരിക്കുന്നതാണ്. ക്ഷേത്രത്തിലെ ചില പ്രത്യേക ചടങ്ങുകൾക്ക് ആ കുളത്തിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിക്കുക. ഇവിടുത്തെ അന്നപ്രസാദ ഹാൾ കാണുന്നതിനാണ് ഇനി പോകുന്നത്. തിരുപ്പതി ക്ഷേത്രത്തിൽ വരുന്നവർക്കെല്ലാം സൗജന്യ ഭക്ഷണം കിട്ടും. ആയിരങ്ങൾക്ക് ഒരേ സമയം ഭക്ഷണം വിളമ്പുന്നു. അതിന് വലിയ ക്യൂ ഉണ്ട്. വളഞ്ഞു പുളഞ്ഞു പോകുന്ന ക്യൂ. ധാരാളം ആളുകൾ ഭക്ഷണത്തിനായി ക്യൂവിലുണ്ട്. അവിടെ കയറി ഭക്ഷണം കഴിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ അത് വേണ്ടെന്ന് വച്ചു. അത്ര തിരക്കാണ്. ഭക്ഷണം കഴിച്ചു മടങ്ങുന്ന തീർത്ഥാടകരുടെ പിന്നാലെ ഞാൻ നടത്തം തുടർന്നു. ഇവിടെ രാവിലെ 8:30 ബ്രേക്ക്ഫാസ്റ്റോടെ തുടങ്ങും ഭക്ഷണ വിതരണം. രാത്രി 10:30 ഡിന്നർ അവസാനിക്കുക. APSRTCയുടെ ബസ് സ്റ്റാൻഡാണിത്. ഇവിടെ നിന്ന് എയർ കണ്ടീഷൻഡ് ബസ്സും സാധാരണ ബസ്സുമുണ്ട്. എയർ കണ്ടീഷൻഡ് ബസ്സാണ് ഈ കിടക്കുന്നതൊക്കെ. സപ്തഗിരി എക്സ്പ്രസ് എന്ന പേരിൽ എയർ കണ്ടീഷൻഡ് അല്ലാത്ത ബസ്സുകളുമുണ്ട്. തിരുമലയെയും തിരുപ്പതിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ബസ്സുകളാണിത്. 30 മിനിറ്റ് ഇടവിട്ട് APSRTC ബസ്സുകൾ തിരുപ്പതിയിൽ നിന്നും തിരുമലയിലേക്ക് ഫ്രീ സർവീസ് നടത്തുന്നുണ്ട്. സപ്തഗിരി എക്സ്പ്രസ് പണം കൊടുത്തു പോകേണ്ട ബസ്സുകളാണ്. ദിവസവും രാവിലെ 6 മുതൽ വൈകിട്ട് 4 വരെയാണ് ഫ്രീ ബസ് സർവീസ് ഉള്ളത്. കുടുംബങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഏതോ നാട്ടിൽ നിന്നെത്തിയ തീർത്ഥാടക സംഘങ്ങളാണ്. ഇവിടെ നിരവധി റെസ്റ്റോറന്റുകളുമുണ്ട്. ഇവിടുത്തെ സമോവർ പോലും ഒരു വിഗ്രഹം പോലെ ആരാധിക്കപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ചന്ദനക്കുറിയൊക്കെ വരച്ച് പൂമാലയൊക്കെ ചാർത്തിയാണ് അതിരിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ കാറിൽ കയറി യാത്ര തുടർന്നു. ഇവിടേക്ക് സ്ഥിരമായി ഹെലികോപ്റ്റർ സർവീസ് തുടങ്ങാൻ ഗവൺമെന്റ് ആലോചിച്ചെങ്കിലും തിരുപ്പതി തിരുമല ദേവസ്ഥാനം അതിനെ എതിർക്കുകയാണ്. തിരുമലയെ നോ ഫ്ലൈ ഏരിയ ആക്കണമെന്നാണ് അവരുടെ ആവശ്യം. ഇവിടുത്തെ മറ്റൊരു കാഴ്ച ഈ ചന്തയാണ്.
പിൽഗ്രിം മാർക്കറ്റ് എന്ന് പറയാം. തീർത്ഥാടകർക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. തിരുപ്പതിയിലെത്തിയതിന്റെ സ്മരണയ്ക്കായി വാങ്ങിക്കൊണ്ടു പോകാവുന്ന നൂറുകണക്കിന് സാധനങ്ങൾ, മാലകളും വസ്ത്രങ്ങളും മുതൽ ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും വരെ. കണ്ടു നടന്നു തുടങ്ങിയാൽ നമ്മൾ മടുക്കും. വമ്പനൊരു ഷോപ്പിംഗ് ഏരിയ. റോഡ് സൈഡിൽ പന്തലിട്ടൊരുക്കിയ സ്റ്റാളുകളാണ്. അതങ്ങ് കിലോമീറ്ററുകളോളം നീളത്തിൽ കിടക്കുന്നു. ഞാൻ അതിലൂടെ കുറച്ചുനേരം ഷൂട്ട് ചെയ്ത് നടന്നു. പിച്ചളയും ഓടും കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ മുതൽ ലെതർ ഉൽപ്പന്നങ്ങൾ വരെയുണ്ട്. കിട്ടാത്തതൊന്നുമില്ല. പിന്നെ വീടുകളിലെ പൂജയ്ക്കും ക്ഷേത്രത്തിൽ സമർപ്പിക്കാനുമെല്ലാമുള്ള സാമഗ്രികൾ. അതോടൊപ്പം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും പാവകളും എല്ലാമുണ്ട്. കളർഫുള്ളായ സാധനങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത്. പൂജാദ്രവ്യങ്ങൾ മിക്ക കടയിലുമുണ്ട്. ക്ഷേത്രത്തിൽ കൊടുത്ത് അവിടെ നിന്ന് ആശീർവദിച്ചു വാങ്ങേണ്ട സാധനങ്ങൾ വേറെ. കണ്ടാലും കണ്ടാലും തീരാത്തത്ര കടകൾ. നൂറുകണക്കിന് ആളുകൾക്ക് തൊഴിലും കൊടുക്കുന്നുണ്ട് തിരുപ്പതി. TTD എന്നറിയപ്പെടുന്ന തിരുപ്പതി തിരുമല ദേവസ്ഥാനം 20,600 പേർക്കാണ് പ്രത്യക്ഷത്തിൽ തൊഴിൽ നൽകുന്നത്. കച്ചവടം, കോൺട്രാക്ട് വർക്കുകൾ, വാഹനങ്ങൾ, ഹോട്ടലുകളും ലോഡ്ജുകളും എന്നിവയിലൂടെയൊക്കെ വേറെയും 10,000-ങ്ങൾക്ക് ജോലി ലഭിക്കുന്നു. പ്രതിവർഷം 2.5 കോടിയിലധികം തീർത്ഥാടകർ വരുന്ന സ്ഥലമാണല്ലോ ഇത്. കുട്ടികൾക്കുള്ള ആന്ധ്രാ ശൈലിയിലുള്ള വസ്ത്രങ്ങൾ, കസവ് നെയ്ത സാരികൾ, കസവ് വേഷ്ടികൾ. ഓരോ കടയ്ക്കും 1-2 മീറ്റർ ഫ്രണ്ടേജേ ഉള്ളൂ. പക്ഷേ കടകളുടെ നിര നീണ്ടങ്ങനെ പോവുകയാണ്. മുൻപ് പലയിടത്തായിരുന്ന ഈ കടകളെ തിരുപ്പതി തിരുമല ദേവസ്ഥാനം മുൻകൈയെടുത്താണ് ഒറ്റ മേൽക്കൂരയ്ക്ക് കീഴിലാക്കിയത്. ഇവിടെ നിന്ന് തിരുപ്പതിയിലിറങ്ങാതെ നേരിട്ട് ചെന്നൈയിലേക്ക് പോകുന്ന ബസ്സുകളുണ്ട്. എന്നാൽ ചെക്കിംഗ് എല്ലാവർക്കും ഉണ്ട് താനും. ഈ മല കയറി വരുന്ന എല്ലാവരെയും പരിശോധിക്കും. എല്ലാ വാഹനവും പരിശോധിക്കും. മെറ്റൽ ഡിറ്റക്ടർ വഴി കടക്കണം. തീവ്രവാദ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണത്. ഉദ്യാനങ്ങളെല്ലാമായി മനോഹരമായാണ് മലമുകൾ സംരക്ഷിച്ചിരിക്കുന്നത്. സന്ദർശകർ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണെന്നതിനാൽ ചില പ്രശ്നങ്ങളൊക്കെയുണ്ടെങ്കിലും വൃത്തിയായി പരിപാലിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. വേറെയും കുളങ്ങൾ, ഉദ്യാനങ്ങൾ. ഞങ്ങൾ മടക്കയാത്രയ്ക്ക് വേണ്ടി ചെക്ക് പോയിന്റ് കടന്നു. ഇവിടെ നിന്ന് നമുക്കൊരു സ്ലിപ്പ് കിട്ടും. നമ്മൾ എപ്പോഴാണ് ഈ ഗേറ്റ് കടന്നതെന്ന സമയം അതിലുണ്ട്. കൃത്യം 40 മിനിറ്റ് കൊണ്ട് അടിവാരത്തെത്തണം. അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ നിരവധി കൽമണ്ഡപങ്ങൾ. പല രാജവംശങ്ങളുടെ കാലത്തും ബ്രിട്ടീഷ് കാലത്തുമൊക്കെ ഈ തിരുമല വലിയൊരു തീർത്ഥാടന കേന്ദ്രം തന്നെയായിരുന്നു. എത്രയോ നൂറ്റാണ്ടുകൾ കൊണ്ടാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് ഇതെത്തിയത്. പണ്ടുകാലത്ത് മല കയറി നടന്നായിരിക്കാം ആളുകൾ വന്നിരുന്നത്. പിന്നീട് ബ്രിട്ടീഷുകാർ മലമ്പാത വാഹനങ്ങൾക്ക് പോകാവുന്ന വിധം വികസിപ്പിക്കുകയായിരുന്നു. തിരുമല നടന്നു കയറുന്നവർക്കുള്ള നടപ്പാതയാണ് ആ കാണുന്നത്. താഴ്വാരത്ത് നിന്നും തുടങ്ങുന്ന കവേർഡ് പാത. ഒരു വഴിപാട് പോലെ, നിഷ്ഠ പോലെ കുറെ തീർത്ഥാടകർ തിരുമല നടന്നു കയറുന്നു. നടന്നു പോകുന്നവരുടെ വഴി ഇടയ്ക്കെല്ലാം റോഡിനെ ക്രോസ് ചെയ്തും പോകുന്നു. ശരിക്കു പറഞ്ഞാൽ മലനിരകൾ മുഴുവൻ വനപ്രദേശമാണ്. 27 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഒരു മൗണ്ടൻ റേഞ്ച്. അതിൽ 22 ചതുരശ്ര കിലോമീറ്റർ ശ്രീ വെങ്കടേശ്വര സുവോളജിക്കൽ പാർക്കാണ്. മാനും പുള്ളിപ്പുലിയും മയിലും മറ്റനേകം പക്ഷിമൃഗാദികളുമുണ്ട് സുവോളജിക്കൽ പാർക്കിൽ. നമ്മുടെ സഹ്യപർവ്വതത്തിലെ പോലെ നിബിഡ വനമല്ല. ഈ കാണുന്നതുപോലെയാണ് വനങ്ങൾ. എന്നാൽ കുറെ ഭാഗങ്ങളിൽ മരങ്ങൾ തിങ്ങി വളരുന്നുമുണ്ട്. കുറെ ഹെയർപിൻ വളവുകൾ കടന്നു വേണം താഴ്വാരത്തേക്കെത്താൻ. സപ്തഗിരി എക്സ്പ്രസ് ബസ്സുകൾ കടന്നുപോകുന്നു. മലമ്പ്രദേശങ്ങളിലെ സർവീസിനായി APSRTC പ്രത്യേകമായി ഒരുക്കിയ ബസ്സാണിത്. അവർക്ക് 337 സപ്തഗിരി ബസ്സുകളുണ്ട്. അവയിൽ ഭൂരിഭാഗവും തിരുമലയിലേക്കാണ് സർവീസ് നടത്തുന്നത്. ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, വിജയവാഡ, നെല്ലൂർ, കുപ്പം എന്നിവിടങ്ങളിൽ നിന്നെല്ലാം സപ്തഗിരി എക്സ്പ്രസ് ബസ്സുകൾ തിരുമലയിലേക്ക് സർവീസ് നടത്തുന്നു. AC ബസ്സുകളും non-AC ബസ്സുകളുമുണ്ട്. പണ്ടുകാലത്ത് ഇവിടുത്തെ ബസ്സിൽ മാത്രമേ താഴ്വാരത്തു നിന്നും തിരുമലയിലേക്ക് പോകാൻ അനുവദിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ പ്രൈവറ്റ് വാഹനങ്ങൾ അനുവദിക്കും. പക്ഷേ ടൂറിസ്റ്റ് വാഹനങ്ങൾ കടത്തിവിടില്ല. ടൂറിസ്റ്റ് ബസ്സുകളിൽ വരുന്നവർക്ക് താഴ്വാരത്തു നിന്നും സൗജന്യ സർവീസ് നടത്തുന്ന ബസ്സിൽ കയറി മുകളിലെത്താം. 8-10 സീറ്റ് വരെയുള്ള പ്രൈവറ്റ് വാഹനങ്ങൾ മാത്രമേ ഇപ്പോഴും ചെക്ക് പോസ്റ്റ് കടത്തിവിടൂ. അതായത് ഒരു ഇന്നോവയിൽ കൊള്ളുന്ന ആളുകൾ.
അതിനേക്കാൾ വലിയ വണ്ടിയിൽ വരുന്നവർ താഴെ നിന്ന് ഷട്ടിൽ ബസ്സിൽ കയറിക്കൊള്ളണം. മലയിറങ്ങിച്ചെല്ലുമ്പോൾ പലയിടത്തും മേൽപ്പാലങ്ങളൊക്കെ കാണാം. നടന്നു പോകുന്നവർക്കുള്ളതാണ്. നടന്ന് മല കയറി വരുന്ന ആളുകളുടെ വലിയ നിര. തിരുമല നടന്നു കയറിക്കൊള്ളാമെന്ന വഴിപാട് നേർന്നവരാകാം. താഴ്വാരത്തു നിന്നും 2 റൂട്ടിൽ മലയുടെ മുകളിലേക്കെത്താം. അലിവിരി മേട്ടു എന്നതാണ് ഒന്നാമത്തെ വഴി. അതിലൂടെ 9 കിലോമീറ്റർ നടക്കണം മുകളിലേക്ക്. 3 മുതൽ 5 മണിക്കൂർ വരെ സമയമെടുക്കും ആ യാത്രയ്ക്ക്. രണ്ടാമത്തെ വഴി ശ്രീവരി മേട്ടുവിലൂടെയാണ്. 2 കിലോമീറ്ററാണ് അതിന്റെ ദൂരം. 2.5 മണിക്കൂർ കൊണ്ട് ആ വഴിയിലൂടെ തിരുമലയുടെ മുകളിലെത്താം. ഇവിടെ മുൻപ് ഒരു അത്യാഹിതമുണ്ടായിട്ടുണ്ട്. അതിനാൽ ഇപ്പോൾ വൈകുന്നേരം 6 മണിക്ക് ശേഷം നടന്നു കയറ്റം അനുവദിക്കുന്നില്ല. കുറച്ചു കാലം മുൻപ് മാതാപിതാക്കൾക്കൊപ്പം നടന്നുവന്ന ഒരു പെൺകുട്ടിയെ കാട്ടുവഴിയിൽ വെച്ച് പുലി പിടിച്ചു. 2024 ഓഗസ്റ്റിലായിരുന്നു സംഭവം. കുടുംബത്തോടൊപ്പം നടക്കുകയായിരുന്ന ലക്ഷിത എന്ന 6 വയസ്സുകാരിയാണ് അന്ന് കൊല്ലപ്പെട്ടത്. അതിനെ തുടർന്ന് രാത്രിയിൽ ഇതുവഴി നടക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. വിപുലമായ വനപ്രദേശത്തുകൂടിയാണ് മലയിറങ്ങുന്നത്. മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. കുറച്ചു ചെന്ന് കഴിയുമ്പോഴേക്കും തിരുപ്പതി നഗരം താഴെ കാണാം. ശരിക്കുമുള്ള തിരുപ്പതി താഴെയാണ്. നമ്മൾ തിരുപ്പതി ക്ഷേത്രമെന്നൊക്കെ പറയുമെങ്കിലും മലമുകളിൽ തിരുമല ക്ഷേത്രമാണ്. തിരുപ്പതിയാവട്ടെ വിസ്തൃതമായൊരു പട്ടണവും. തിരുമലയിലേക്ക് വരുന്ന തീർത്ഥാടകരെ കൊണ്ട് മാത്രം വളർന്നൊരു നഗരമെന്ന് പറയാം. 30 ചതുരശ്ര കിലോമീറ്ററാണ് തിരുപ്പതി നഗരത്തിന്റെ വിസ്തൃതി. അവിടെ 3 ലക്ഷത്തോളം ആളുകൾ വസിക്കുന്നു. റായൽസീമ റീജിയനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമാണത്. ആ മലയുടെ മുകളിൽ അറ്റത്തിരിക്കുന്നത് ഗരുഡനാണെന്ന് ആളുകൾക്കൊരു വിശ്വാസമുണ്ട്. ഒരു പക്ഷിയുടെ ചുണ്ടുപോലെയാണ് ആ പാറക്കെട്ടിന്റെ മുനയുടെ രൂപം. വിഷ്ണുവാണല്ലോ തിരുമലയിലെ പ്രതിഷ്ഠ. വിഷ്ണുവിന്റെ വാഹനമായ ഗരുഡൻ ഇവിടെ കുടികൊള്ളുന്നുവെന്ന് ആളുകൾ വിശ്വസിക്കുന്നുമുണ്ട്. മലയിറങ്ങി ഞങ്ങൾ താഴെ തിരുപ്പതി നഗരത്തിലേക്ക് എത്തിയിരിക്കുന്നു. തിരുപ്പതി തീർത്ഥാടകർക്ക് വേണ്ടി മാത്രമുള്ളൊരു നഗരമാണ്. അവിടെ കൂടുതലും ഉള്ളത് ലോഡ്ജുകളും ഹോട്ടലുകളുമാണ്. 5 സ്റ്റാർ 4 സ്റ്റാർ സൗകര്യമുള്ളവ ഉൾപ്പെടെ 188 ഹോട്ടലുകൾ തിരുപ്പതിയിലുണ്ട്. തിരുമലയിലും തിരുപ്പതിയിലുമായി തീർത്ഥാടകർക്ക് താമസിക്കാൻ 7500-ലേറെ മുറികളാണുള്ളത്. പല്ലവ രാജവംശകാലത്ത് തിരുമലയെ ഒരു തീർത്ഥാടന കേന്ദ്രമായി വികസിപ്പിച്ചപ്പോൾ ഈ തിരുപ്പതി പ്രദേശം ചെറിയൊരു ഗ്രാമം മാത്രമായിരുന്നു. അന്ന് മലമുകളിലായിരുന്നു ഒരു പട്ടണം വികസിച്ചത്. 10-ാം നൂറ്റാണ്ടായപ്പോഴേക്കും തിരുമലയിലേക്ക് വരുന്ന തീർത്ഥാടകർ തിരുപ്പതിയിൽ തമ്പടിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഇവിടം ഒരു പട്ടണമായി വളരുന്നത്. വിജയനഗര സാമ്രാജ്യകാലത്ത് 16-ാം നൂറ്റാണ്ട് മുതൽ തിരുപ്പതി അതിവേഗം വളർന്നു. വിജയനഗരത്തിന്റെ പതനശേഷം ഗോൽക്കൊണ്ട സുൽത്താൻമാരും പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഈ പ്രദേശം കൈയടക്കിയിരുന്നു. ഇപ്പോൾ ചെന്നൈയിലേക്കുള്ള മടക്കം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങൾ ഹൈവേയിലേക്ക് കയറി. ആന്ധ്രാപ്രദേശിന്റെ ഭാഗത്തെ ഹൈവേ 6 വരിയായിക്കഴിഞ്ഞു. അതിഗംഭീരമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ത്യയിലെമ്പാടും വളർന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാണാം. എവിടെയും ഉന്മേഷദായകമായ കാഴ്ചകളാണ്. നമ്മൾ പണ്ട് കണ്ട ഒരു ആന്ധ്രാപ്രദേശല്ല ഇപ്പോഴിത്. പ്രകൃതി ഭംഗിയുള്ള ഹരിതാഭമായ ആന്ധ്രയാണ് നമ്മൾ കാണുന്നത്. നെൽകൃഷിയും മറ്റു പലവിധ കൃഷികളുമുള്ള നല്ല ഭൂപ്രകൃതി. യാത്രക്കിടെ രാജു ഒരു കാര്യം ഓർമ്മിപ്പിച്ചു. നമ്മൾ മാമ്പഴം വാങ്ങണമെന്ന് പറഞ്ഞിരുന്നല്ലോ. ശരി, മാമ്പഴം വാങ്ങാം. അവിടെ ഒരിടത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ കടയിലേക്ക് കയറി ചെന്നു. കുറേ സ്റ്റാളുകളുണ്ട്. അതിനകത്തെല്ലാം വിവിധയിനം മാങ്ങകൾ അടുക്കി നിരത്തിയിരിക്കുന്നു. നമുക്ക് എല്ലാ മാങ്ങകളുടെയും സാമ്പിൾ യഥേഷ്ടം തരും, ഒരു പിശുക്കുമില്ലാതെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉച്ചഭക്ഷണത്തിന് പകരം മാങ്ങ കൊണ്ട് വയർ നിറയ്ക്കാൻ തീരുമാനിച്ചു. ആദ്യം തന്നത് ഇമാമാണ്. ഇപ്പോൾ ഈ തരുന്നത് നീലം മാങ്ങയാണ്. അത് ഞങ്ങൾക്കെല്ലാവർക്കും യഥേഷ്ടം പൂളിത്തന്നു. അടുത്തത് അൽഫോൺസോ മാങ്ങയാണ്. അതും നീളത്തിൽ പൂളി.
സാമ്പിൾ തരാൻ തന്നെ ഇവിടെ കുറേ എണ്ണം ഇവർ മാറ്റിവെച്ചിട്ടുണ്ട്. സാമ്പിൾ കഴിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വരുന്നവരുണ്ടോ എന്നാണ് എന്റെ സംശയം. അങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് 3-4 മാങ്ങ ഞങ്ങൾ അകത്താക്കി. ഇത് മൽഗോവ മാമ്പഴമാണ്. പേരയ്ക്ക പോലെ ഇരിക്കുന്നു. തൊട്ടപ്പുറത്തുമുണ്ട് കുറേ കടകൾ. അവിടെയും ആളുകൾ വരുന്നുണ്ട്. ഇതുവഴി കടന്നു പോകുന്നവരൊക്കെ ഇവിടെ നിന്ന് കുറേ മാങ്ങ വാങ്ങിയാണ് യാത്ര തുടരുക. ഞങ്ങൾ ഓരോരോ കിലോ വീതം മാമ്പഴം വാങ്ങാൻ തീരുമാനിച്ചു. സാമ്പിൾ തിന്നാൽ മാത്രം പോരല്ലോ. കച്ചവടക്കാർ വളരെ ഫ്രണ്ട്ലിയാണ്. അടുത്ത കടക്കാരിയും എനിക്ക് കുറച്ച് ഇമാം മാങ്ങ തന്നു. ആ ഇമാം മാങ്ങ എനിക്ക് കൂടുതൽ രുചികരമായി തോന്നി. അത് ഞാൻ 1 കിലോ വാങ്ങി. നാട്ടിലേക്ക് കൊണ്ടുപോകാൻ മാത്രമില്ല, ഹോട്ടലിൽ പോയിരുന്ന് തിന്ന് തീർക്കാനേ പറ്റൂ. ഞാൻ മാത്രമല്ല, സെന്നിയും 2-3 കിലോ വാങ്ങിച്ചു. രാജുവിന് സാമ്പിളിലാണ് കൗതുകം. ഞങ്ങൾ അവിടെ നിന്നിറങ്ങി യാത്ര തുടർന്നു. നല്ല ഗംഭീര മാമ്പഴങ്ങൾ. അതീവ രുചികരമാണ് ഓരോ ഇനവും. മാവിന്റെ തോട്ടങ്ങൾ ധാരാളമുണ്ട് തമിഴ്നാടിന്റെയും ആന്ധ്രയുടെയും ഒക്കെ ഈ ബോർഡർ പ്രദേശങ്ങളിലൊക്കെ. അവിടവും പിന്നിട്ട് യാത്ര തുടർന്നു. ഇവിടെ ഒരു ടോൾ ഗേറ്റ് ഉണ്ട്. SV പുരം ടോൾ ഗേറ്റ് ആണിത്. ആകപ്പാടെ ഒരു ടോൾ ഗേറ്റാണ് യാത്രയിൽ ഇതുവരെ കണ്ടത്. അത് ആന്ധ്രയിലേക്ക് കയറിയപ്പോഴായിരുന്നു. ഇവിടമെല്ലാം ആന്ധ്രാപ്രദേശിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. നല്ല മാവിൻ തോട്ടങ്ങൾ ധാരാളമുള്ള പ്രദേശം. അതിനിടയിൽ വയലുകളുമുണ്ട്. ദൂരെ കാണുന്ന മലയുടെ താഴ്വാരം വരെ മാന്തോപ്പുകളും തെങ്ങിൻ തോപ്പുകളുമുള്ള പ്രദേശങ്ങളാണ്. ഇവിടെ ആന്ധ്രയിലെ ഗ്രാമീണ മേഖലയിൽ സമീപകാലത്ത് വളരെ വളർച്ചയുണ്ടായിട്ടുണ്ട്. കാർഷിക മേഖലയിലെ വളർച്ചയാണത്. ആന്ധ്രയിലെ ആകെ ജനസംഖ്യയിൽ 65% കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണല്ലോ. നിരവധി ക്ഷേത്രങ്ങൾ എല്ലാ ഗ്രാമത്തിലുമുണ്ട്. മാങ്ങയൊക്കെ കഴിച്ചെങ്കിലും ഞങ്ങൾക്ക് ചെറിയ വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. ലഘുവായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് തീരുമാനിച്ച് ഹൈവേയിൽ നിന്ന് വിട്ട് ഒരു ഗ്രാമത്തിലേക്ക് കയറി. ഇവിടെ വഴിയരികിൽ ടീ ടൈം എന്നു പേരുള്ള ഒരു ചായക്കടയുണ്ട്. ചായ മാത്രം വിൽക്കുന്ന ഒരു ചെയിനാണ് ടീ ടൈം. ഒരു ചെറുപ്പക്കാരനാണ് കട നടത്തുന്നത്. കൂടെ 2 പിള്ളേരുമുണ്ട്. ഇന്നൊരു ഞായറാഴ്ചയാണ്. അതുകൊണ്ടാണ് കുട്ടികൾ ഇന്ന് അച്ഛന്റെ കൂടെ ചായക്കടയിൽ വന്നു നിൽക്കുന്നത്. യശ്വന്ത് എന്നാണ് ഇവന്റെ പേര്. അവൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവന്റെ സഹോദരി മോക്ഷിത 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 2 പേരും ഇന്ന് അച്ഛനെ സഹായിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് 2.5 കിലോമീറ്റർ അകലെയാണ് ഇവരുടെ വീട്. ആന്ധ്രയിൽ തന്നെയാണ്. കടയുടെ മുറ്റത്ത് തന്നെ ഒരു ചീനച്ചട്ടിയിൽ ഉള്ളിവട മൊരിയുന്നുണ്ട്. ഇവിടെയൊക്കെ രുചികരമായ വഴിയോര വിഭവങ്ങൾ കിട്ടും. നല്ല മൊരിഞ്ഞ ഉഴുന്നുവട വേറൊരു ഭാഗത്ത് അങ്ങനെ ഇരിക്കുന്നു. ഇത് പൂർണ്ണമായിട്ടും ഉഴുന്നല്ല, വേറെ എന്തോ മാവും കൂടി ചേർന്നതാണ്. അസാധ്യ രുചിയാണ് ഇതിനൊക്കെ. ഉള്ളിവട വറുത്തു കോരുന്നു. നല്ല എണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അതാണ് പ്രത്യേകമായ കാര്യം. നല്ല വൃത്തിയിലും വെടിപ്പിലും ഉണ്ടാക്കുന്നു. എന്റെ സുഹൃത്തുക്കൾ വടയിൽ തുടങ്ങി. ഉള്ളിവടയും ഉഴുന്നുവടയുമൊക്കെ എടുത്തു വച്ചിട്ടുണ്ട്. തൊട്ടപ്പുറം ഒരു ചേച്ചിയുടെ കടയുണ്ട്. അവിടെയും വൃത്തിയുള്ള പരിസരമൊക്കെയാണ്. അവിടെ ഉണ്ടാക്കുന്നത് ഗോബി മഞ്ചൂരിയൻ പോലെ ഒരു വിഭവമാണ്. കോളിഫ്ലവർ എന്തോ മാവിൽ പുരട്ടി മൊരിച്ചെടുക്കുന്നു. ഇതിവിടെ വിൽക്കാൻ വേണ്ടിയിട്ടല്ല, പാർസൽ ചെയ്തുകൊണ്ട് പോകാനാണ് ധാരാളം ഓർഡർ വരുന്നത്. ഗോപിയിൽ എന്തോ മസാലപ്പൊടിയൊക്കെ ഇടുന്നു. എനിക്കിത്തരം പാചകം കാണുന്നത് വലിയ ഇഷ്ടമാണ്. അതൊരു വിഭവമായി രൂപപ്പെട്ടു വരുന്നു. നല്ല മൊരിഞ്ഞ ചില്ലി ഗോപി. അതിന്റെ കൊതിപ്പിക്കുന്ന ഗന്ധം അവിടെ ആകെ പരന്നു. 2 പിള്ളേർ ഇത് വാങ്ങാൻ വന്നതാണ്. ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴാകും വീട്ടുകാർ കറിയുടെ കാര്യം ആലോചിച്ചത്. ചേച്ചി അത് അലൂമിനിയം ഫോയിൽ പാത്രത്തിലാക്കി അല്പം ഉള്ളിയും ഇലകളുമൊക്കെ ഇട്ട് അതിനെ ഒന്ന് അലങ്കരിച്ചു. പിന്നെ പാക്ക് ചെയ്ത് 2 സ്പൂണൊക്കെ ഇട്ട് കുട്ടികൾക്ക് കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ ചായ റെഡി. നല്ല കുറുകിയ പാല് ചേർത്ത ചായ. പാലിനകത്ത് കുറച്ച് ചായപ്പൊടി ഇടുക എന്നുള്ളതാണ്. അല്ലാതെ വെള്ളമൊഴിച്ചു നീട്ടുന്ന പരിപാടിയൊന്നുമില്ല. ഞങ്ങൾക്കുള്ള ചായ അരിച്ചൊഴിച്ചു. പിന്നെ ഓരോ കപ്പുകളിലേക്ക് പകർന്നു. രാജുവിന് കട്ടൻ ചായ മതിയെന്ന് പറഞ്ഞതിനാൽ 2 പാൽ ചായ ആദ്യം തയ്യാറായി.
ഞങ്ങളത് ആസ്വദിച്ചു കഴിച്ചു. അപ്പോഴേക്കും ആളുകൾ കൂടി. ഈ കടയിലെല്ലാം നല്ല കച്ചവടം നടക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഉള്ളിവട ഉണ്ടാക്കിക്കൊണ്ടിരുന്നയാൾ വിഭവം ഒന്ന് മാറ്റിപ്പിടിച്ചു. മുളക് ബജിയായി അടുത്തത്. അവനും നല്ല കച്ചവടമാണ്. ആളുകൾ ഇവിടെ വന്നിരുന്ന് ചായ കുടിക്കുക മാത്രമല്ല, ഒരു 4 മണി കഴിയുമ്പോഴേക്കും വീടുകളിൽ നിന്ന് കുട്ടികളെ വിട്ട് ഇത് വാങ്ങിച്ചു കൊണ്ടുപോകും. വീട്ടിൽ വൈകുന്നേരത്തെ ചായക്കുള്ള ഒരു വിഭവം. വലിയ വിലയൊന്നുമില്ല. ഇദ്ദേഹമാണ് പൊരിക്കടികളുടെ കച്ചവടക്കാരൻ. ഞങ്ങൾ വണ്ടിയിൽ ചെന്നു കയറി. വിചിത്രമായ ചില കഥകളുണ്ട് ഇവിടുത്തെ ഗ്രാമങ്ങളിൽ. അതിലേക്കാണ് ഇനി സഞ്ചാരം.